Hello friends, അപ്പോൾ നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ റീസെന്റ് നമ്മുടെ സിറ്റിസൺസിന് വേണ്ടിയിട്ട് കുറേ ഒരു വാർണിംഗ്സും സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഫോൺ നമ്പറിൽ നിന്ന് കോൾ വരുന്നത് എന്താ പറയുക ബിവെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു നോട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് തന്നെ കുറേ പേരിൽ ഈ ഫ്രോഡ് സംഭവങ്ങളൊക്കെ റിപ്പോർട്ടായിട്ടുണ്ട്, സ്കാം റിപ്പോർട്ടായിട്ടുണ്ട്. അതായത് അവർ വിളിച്ചിട്ട് അവർ ഒഫീഷ്യൽസാണ്, ഗവൺമെൻറ് ഒഫീഷ്യൽസാണ്, നിങ്ങളുടെ നമ്പർ മിസ്യൂസ് ആവുന്നുണ്ട്, അത് നാഷണൽ ക്രൈമിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ നമ്പർ ഇപ്പോൾ എന്താ പറയുക എന്തെങ്കിലും സാധനം ഇല്ലീഗൽ സാധനം ഇമ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ ഒഫീഷ്യൽസായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ പറയും വീഡിയോ കോളിൽ. അവരെ ഫേക്ക് ഫ്രോഡ് ആൾക്കാർ നമ്മുടെ ഒഫീഷ്യൽസായിട്ടും CBI ഓഫീസറൊക്കെ ആയിട്ടും ഫ്രോഡായിട്ടൊക്കെ അവർ വന്നിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സാധനം ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുടെ ഇപ്പോൾ ഇതുപോലെ ഫ്രോഡ് റിപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ കേസും സംഭവമൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അവെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നോട്ടിഫിക്കേഷൻ സംഭവമൊക്കെ ഇറക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാത്തവർ ഇങ്ങനത്തെ ഫ്രോഡിലും സംഭവങ്ങളൊക്കെ പോയി പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക ടൈം പാസും സംഭവങ്ങളൊക്കെ വീഡിയോസും അതുപോലെ തന്നെ ഡെയിലി വ്ളോഗ്സും സംഭവങ്ങളൊക്കെ കാണുന്ന ഡെയിലി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക ടെക്നിക്കൽ ന്യൂസ് അങ്ങനത്തെ. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ കാണാൻ മറക്കണ്ട, ഇങ്ങനത്തെ കാണാനും മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കേണ്ടത്. ഇതേപോലത്തെ ഈ സാധനം ഈ ഫ്രോഡ് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം പെടുന്നുണ്ട്. അതും ചില എമൗണ്ട് ഒന്നും അല്ല, നല്ല ഹൈ എമൗണ്ട് ആണ്. എന്ന് വെച്ചാൽ അവർ നമ്മളെ ഫുള്ളി വിശ്വസിക്കും. അവർ ഒഫീഷ്യൽസ് ആണ് എന്ന് വെച്ചാൽ അവർ വീഡിയോ കോളിലും സംഭവങ്ങളൊക്കെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവർ ഇപ്പം ഒന്ന് പെടും, ഉറപ്പാണ്. ഇതിൽ വിളിക്കുന്ന ആൾക്കാർ എന്തായാലും ഒരു 90% ആൾക്കാർ പെടും. എന്ന് വെച്ചാൽ അത്രയ്ക്കും പ്രൊഫഷണലായിട്ട് അവന്മാർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റീസെൻ്റ്ലി ഇത് വാട്സപ്പ് കോളിലും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫോറിൻ നമ്പേഴ്സ് ഒക്കെ വാട്സപ്പ് കോളിൽ വന്നു കഴിഞ്ഞാൽ +92 എന്നൊക്കെ ആ നമ്പറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബിവെയർ ആവാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു 99% ഫ്രോഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. വെച്ചാൽ അത്രയധികം റിപ്പോർട്ടിംഗ് സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഞാനും അത് നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി വീഡിയോ എടുത്തത്. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷനും അവരെ കറിയിരിക്കും. പിന്നെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ 2 അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ അവരൊക്കെയാണ് റീസെൻ്റ്ലി ഈ അഡ്വൈസറി നോട്ടീസൊക്കെ ഇറക്കിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇത് കുറേ പേരിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ എടുക്കാൻ തന്നെ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഫോൺ നമ്പേഴ്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. സൈബർ ക്രൈം പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഇഷ്ടം പോലെ സ്കാംസ് ഇപ്പോൾ ഡെയിലി നമ്മുടെ ഇന്ത്യയിൽ സ്കാംസ്, ഓൺലൈൻ സ്കാംസ്, പ്രത്യേകിച്ച് സൈബർ ക്രൈം ഫ്രോഡുകളൊക്കെ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അത് റിപ്പോർട്ട് ആവാൻ മറക്കരുത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർ പിന്നെയും ആ നമ്പർ ഉപയോഗിച്ച് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ പണി കിട്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ ആ നമ്പർ വാട്സപ്പിന് റിപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, സ്കാം ആയിട്ടാണ്. അപ്പോൾ ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി വിചാരിക്കുന്ന എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാവരും പ്രോഗ്രാമാണ്. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടുനോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, ഫിലിം ന്യൂസൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അടുത്ത് കാണാം.